Hey guys, welcome to Walkie Talkie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്, ഒരു ഫുൾ ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ ഈ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ട് ഒരു ഫുൾ ഫ്രൈഡ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇതാണ് നമ്മളിതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആകുമ്പോൾ നമ്മളൊരു ഫുൾ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മൈൻഡിലോട്ട് പോകുന്ന കാര്യം എന്താ, എന്തോ ഒരു എണ്ണ അതിലോട്ട് പോകുന്നല്ലേ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ബോധപ്പെടാവേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ എന്താ ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഞാനിവിടെ ഇതിൽ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണോ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്, അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കാണിക്കാൻ പോവാണ്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു മിക്സർ ജാർ എടുത്തിട്ട് നമുക്ക് അതിലാണ് ആദ്യം ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിന് ആദ്യം ആഡ് ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, പിന്നെ ഒരു ടീസ്പൂണും കുറച്ചും കൂടെ ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ വിനീഗർ അല്ലെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യും. ഇത് ആഡ് ചെയ്യുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ആകുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആവും. ഓക്കെ, ഇതിപ്പോൾ നമുക്കിനി നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യേണ്ടി വരും. അപ്പം കുറച്ച് വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള അരപ്പ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ഒരു കത്തി എടുത്ത് ഇതിനെ ചെരിച്ച് പിടിച്ചിട്ട് നമ്മളിങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കണം. എല്ലായിടത്തും വരഞ്ഞെടുക്കണം. അപ്പം വരഞ്ഞിടുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ അപ്പം മസാല നല്ലതായിട്ട് ഉള്ളിലേക്ക് പിടിക്കും. നമ്മൾ മേളിൽ മാത്രം മസാല പിടിച്ചാൽ പോരല്ലോ, ഉള്ളിലേക്കുണ്ട് മസാല പിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വരഞ്ഞെടുക്കുന്നത്. അപ്പം ഇങ്ങനെ കുത്തന്നെ കത്തി നിർത്തിയിട്ട് ഡീപ്പായിട്ട് കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ സൈഡ് ചെരിച്ച് പിടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ മസാല ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പം ഉള്ളിലോട്ട് നന്നായിട്ട് ഫില്ലാവും. നമ്മൾ ഈ അരപ്പ് തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഈ വരഞ്ഞ ഭാഗത്തും കൂടെ കറക്റ്റായിട്ട് ആ മസാല തേച്ച് പിടിക്കാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പം അവിടെയും കൂടെ നല്ല വൃത്തിക്ക് അവിടെയും കൂടെ മസാല പുരട്ടുക. അപ്പോഴേ നമ്മുടെ ചിക്കൻ ഞാൻ പറഞ്ഞതുപോലെ ഉള്ളിലേക്ക് കൂടെ മസാല നന്നായിട്ട് പിടിക്കത്തുള്ളൂ. നമ്മൾ അരപ്പ് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഉള്ളിലും കൂടെ എല്ലായിടത്തും നമ്മൾ അരപ്പ് നന്നായിട്ട് തേച്ച് പറ്റിച്ചു കൊടുക്കണം. കാരണം നമ്മളിത് ഒറ്റ ഇതായിട്ടില്ലേ ഫ്രൈ ചെയ്തെടുക്കുന്നത്, മുറിച്ചല്ലല്ലോ. അപ്പം എല്ലായിടത്തും ആ അരപ്പ് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പം ദേ നമ്മുടെ ചിക്കൻ ഫുൾ അരപ്പൊക്കെ നന്നായിട്ട് എല്ലായിടത്തും നമ്മൾ പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിനിമം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചേക്കുക. മിനിമം ഒരു 2 മണിക്കൂർ, എത്ര കൂടുതലിരുന്നാലും അത്ര നല്ലത്. ചിക്കൻ നമ്മളൊരു 3-3.5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത ചിക്കനാണിത്. ഇനി ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം മസാലയൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കാല് രണ്ടും തമ്മിൽ ഇതുപോലെ ഈ നൂല് വെച്ചിട്ടൊന്ന് കെട്ടി വെക്കുക. അപ്പം നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഫുൾ ചിക്കൻ ഗ്രില്ലൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എപ്പോഴും അതിൻ്റെ കാലിങ്ങനെ കെട്ടി വയ്ക്കുന്നത്. മോളെപ്പോഴും ചോദിക്കാറുണ്ട് എന്താ ഇങ്ങനെ കാല് കെട്ടി വെച്ചേക്കുന്നതെന്ന്. സംഭവം വേറൊന്നും അല്ല, ഇതിപ്പോൾ വെന്ത് വരുമ്പോൾ അല്ലെങ്കിൽ ലെഗ് പീസ് അടന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി വെക്കുന്നത്. ഇനി നമുക്ക് ഒരു സ്റ്റൗ കത്തിച്ച് അതിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുക്കണം. ഈ കുക്കറിലാണ് നമ്മൾ ആദ്യം ചിക്കൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കുക്കർ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒന്ന് ചുറ്റിച്ചെടുക്കുക എല്ലായിടത്തും, കാരണം ഈ ഒരൊറ്റ ടേബിൾ സ്പൂണേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ വെച്ച് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പാർട്ട് നമ്മൾ കുക്കറിനെ ഫേസ് ചെയ്യുന്ന രീതിക്ക് വേണം വെച്ച് കൊടുക്കാൻ. അതായത് ഇതുപോലെ കണ്ടോ, ചിക്കൻ്റെ ബ്രസ്റ്റ് പാർട്ടാണ് താഴെ പോയി മുട്ടിയിരിക്കേണ്ടത്. അപ്പം അങ്ങനെ വെച്ച് കൊടുക്കുക. കാരണം അതാണല്ലോ കൂടുതൽ കൂടുതൽ ചതയുള്ള പാർട്ട് അതാണല്ലോ. അപ്പോൾ അവിടെയാണ് കൂടുതൽ വെന്ത് വരാനുള്ള. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പം ബാക്കി അരപ്പ് ഇതിൽ പറ്റിയിരുന്നതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ,
ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചതച്ചിടരുത്, മുറിച്ച് വലിയ പീസായിട്ട് തന്നെ ഇടണം. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇച്ചിരി ആ ഒരു വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ബേൺഡ് ടേസ്റ്റ് ഇഷ്ടമാണ്. കാരണം ചിക്കൻ അല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു ബേൺഡ് ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മാത്രം ചതച്ചിട്ടു, ബാക്കിയൊക്കെ വലിയ കഷ്ണമായിട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് വലിയ പീസായിട്ട് തന്നെ മുറിച്ചിടണം കേട്ടോ. എന്നിട്ട് മേലിൽ മാത്രമേ ഇട്ട് കൊടുക്കാവൂ, അടിയിലിടരുത്, കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. നമുക്ക് കുക്കറൊക്കെ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ, മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യണം, ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോഴത്തേക്കും നിങ്ങൾ ചതച്ചെടുക്കരുത്, മുറിച്ച് തന്നെ ഇടണം. ഞാനിതിലൊരു ഇച്ചിരി മാത്രമേ ചതച്ചിട്ടിട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ ഇടയ്ക്കൊരു ആ ഒരു ബേൺഡ് ഫ്ലേവർ കിട്ടാൻ വേണ്ടി. നമുക്ക് ഈ ചിക്കനെ കഴിയുമ്പോൾ ഗ്യാസിൻ്റെ ഒക്കെ ഇഷ്യൂ വരത്തില്ലേ, അപ്പം ഈ ബേൺഡ് എന്താ പറയുക ഗാർലിക്ക് അതിനൊക്കെ നല്ലൊരു എന്താ പറയുക സൊല്യൂഷനാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം. ഇപ്പം നമ്മുടെ ഇത് ഓക്കെ, വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു വിസിലും കൂടെ വേണം. രണ്ട് വിസിലിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിപ്പോൾ ആവിയൊക്കെ പോയി കഴിഞ്ഞ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ചാറ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ചിക്കൻ എന്നൊക്കെ ആണെങ്കിൽ ചിക്കൻ മട്ടൺ ഏതെന്നാണെങ്കിലും ഇതുപോലെ വെള്ളം ഇറങ്ങും എന്നറിയാം, പക്ഷേ ഇതിപ്പം ഇച്ചിരി കൂടുതൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വെള്ളം മാത്രം അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് എടുക്കുക. അരിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ആ വെള്ളത്തിലാണ് നമ്മൾ ഇനി ബാക്കിയുള്ള ഇത് മുരിച്ചെടുക്കാൻ പോകുന്നത് നമ്മൾ ചിക്കൻ. അപ്പം ഞാൻ പാത്രം മാറ്റി വെച്ച് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ആ ചാറ് മാത്രം ഒന്ന് അരിച്ചൊഴിച്ചെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇത് അരിച്ചൊഴിച്ച് കൊടുക്കുന്നത്, മറന്നുപോലെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിള വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കത്തുള്ളൂ. ഇതിലിപ്പം നമ്മൾ എന്താ പറയുക, ഒരു 2-3 കറിവേപ്പില അതിൽ കിടന്ന് ഞാൻ എടുത്തിട്ട് കൊടുത്തന്നേ ഉള്ളൂ കേട്ടോ, അതിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക ആ ഒരു ചാറ് നന്നായിട്ട് തിളച്ചു നിന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചിക്കൻ്റെ മേലെ നിന്നും ഈ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും കാണരുത്. ഓക്കെ, നമ്മൾ എന്താ പറയുക നന്നായിട്ട് അരിച്ചൊഴിക്കണം. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചിക്കൻ്റെ മേലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പറ്റിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞങ്ങൾക്ക് ആ ഒരു ഇതിൻ്റെ കൂടെ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് വരുന്ന ടേസ്റ്റ് ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രം ഒരു ഇച്ചിരി പുല, കൂടുതലായാൽ ഭയങ്കര കയ്പ്പായിരിക്കും കേട്ടോ, ഇച്ചിരി മാത്രമേ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിരുന്ന് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക ഇതിനൊന്ന് മുരിച്ചെടുക്കുക. ഇതിപ്പം വെള്ളം ഒത്തിരി ചാറുള്ളതുകൊണ്ടാണ് ഞാനിപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കുന്നത്. സാധാരണ ഞാൻ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും വെള്ളം ഇറങ്ങാറില്ല. അപ്പം ഇതിപ്പോൾ എന്തായാലും ഇച്ചിരി ഒന്ന് വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് പിന്നെ ഇങ്ങനെ ഓരോ സൈഡായിട്ട് മുരിച്ചെടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ അത് ചുമ്മാ വെള്ളം മൊത്തം വറ്റിയിട്ട് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടത്തില്ല, കരിഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പം അത് ശ്രദ്ധിച്ചോളേ. അതായത് വെള്ളം ഒരു ഇച്ചിരി വറ്റി കഴിയുന്നത് നന്നായിട്ട് നമുക്ക് എന്താ പറയുക ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. എന്നുവെച്ചാൽ ഫുള്ള് വറ്റിക്കരുത് കേട്ടോ. അതിന് ശേഷം ബാക്കി ഏറ്റവും കുറവ് വെള്ളത്തിൽ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനെ കുറേശ്ശെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഓരോ സൈഡും ഇങ്ങനെ മാറ്റിയിട്ട് നമുക്ക് എല്ലാ സൈഡും നന്നായിട്ട് മുരിച്ചെടുക്കണം. അപ്പം നമുക്കൊരു കംപ്ലീറ്റ് ഫ്രൈഡ്, നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുള്ള ഇതുപോലെ കംപ്ലീറ്റ്ലി ഫ്രൈഡ് ആയിട്ടുള്ള ഒരു ചിക്കൻ കിട്ടും. അപ്പം ഇപ്പം നമുക്ക് വെറും ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ഹെൽത്തി വേർഷനല്ലേ, നമ്മളെ കമ്പയർ ടു നമ്മുടെ ഒരു ഇതിൽ മൊത്തം ഓയിലെടുത്ത് പൊരിച്ചെടുക്കുന്നതിനേക്കാളും ഇതൊരു മച്ച് ഹെൽത്തിയർ വേർഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.